ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞങ്ങളിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. പക്ഷേ ഇത് നല്ലൊരു വിശേഷമുള്ള ദിവസമാണ്. നമ്മളിന്ന് തിരിച്ചു പോവുകയാണ് കേട്ടോ. എല്ലാ തവണ നമ്മൾ നാട്ടിൽ പ്ലാൻ ചെയ്യുന്നതിനേക്കാളും കുറേ കൂടുതൽ വെക്കേഷനൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഇത്തവണ വന്നത്. 7 ആഴ്ചയുടെ അടുത്തുണ്ടായിരുന്നു. പക്ഷെ സത്യം പറഞ്ഞാൽ 7 ആഴ്ച 7 ദിവസം പോലെ തോന്നുന്നത്. വന്നതും പോയതും ഒക്കെ പെട്ടെന്നായതുപോലെ. ഇന്ന് നമ്മൾ പോകുകയെന്ന് പറയുകയാണെങ്കിലും ഇന്ന് രാത്രി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നാളെ ഏർലി മോർണിംഗ് ആണ് കേട്ടോ ഫ്ലൈറ്റ്. പാക്കിംഗ് ഒരു 50-60% നമ്മൾ ഇന്നലെ രാത്രി തന്നെ തീർത്ത് വെച്ചിട്ടാണ് കിടന്നുറങ്ങിയത്. എന്നാലും അവസാന നിമിഷം കുറേയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പാക്ക് ചെയ്യാനൊക്കെ ഉണ്ടായിരിക്കും. അച്ഛൻ ഇപ്പോഴും പെൻഷനേഴ്സ് യൂണിയനും കാര്യങ്ങളൊക്കെ ആയിട്ട് ആക്റ്റീവ് ആവുകൊണ്ട് ഇന്ന് രാവിലെ ഒരു സമ്മേളനത്തിന് പോയതാട്ടോ. ഉച്ചയ്ക്ക് അച്ഛൻ തിരിച്ചെത്തിയിട്ട് വേണം നമുക്ക് ബാക്കി പാക്കിങ്ങും കൂടെ തീർത്ത് കോഴിക്കോടിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി അധികം ബാക്കി വിശേഷങ്ങളൊന്നും പറഞ്ഞ് സമയം കളയുന്നില്ല, നമുക്ക് ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. ഗുഡ് മോർണിംഗ്. എണീറ്റോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അല്ലേ? ഗുഡ് മോർണിംഗ്. ഹലോ, ഗുഡ് മോർണിംഗ്. ആ ഗുഡ് മോർണിംഗ് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞങ്ങൾ കാബേജ് ഉപ്പേരി കുറച്ച് കഴിക്കാൻ നോക്കിയില്ല. അപ്പോൾ അമ്മ വന്നു. ആ ക്യാബേജ് ഉപ്പേരിയൊക്കെ കഴിക്കാനായോ? ഏകദേശം കാബേജ് ഉപ്പേരി വേണ്ട വേണ്ട വേണ്ട. ഇത് ഇടങ്ങേറായിരിക്കണം കേട്ടോ. ഇവിടെ അമ്മേനെ കൊണ്ടും വിഷ്ണുവിന്റെ അമ്മേനെ കൊണ്ടും എന്തുണ്ടെങ്കിലും ചോറ് കൊടുത്തതിനു ശേഷം വെറുതെ വായതക്കിനെ വെച്ചെടുക്കണം. വെക്കരുതെന്ന് ഞാൻ പറയും. വേണ്ട, സ്റ്റാർച്ച് വാട്ടർ വെള്ളം അവര് 6 മാസം കഴിഞ്ഞിട്ട് കൊടുക്കാൻ പാടുള്ളൂ. അതും ലിമിറ്റഡ് ആയിട്ടേ പറഞ്ഞിട്ടുള്ളൂ. 1 വയസ്സിന് ശേഷം ആണ്. പക്ഷെ അത് എനിക്ക് അവര് പറഞ്ഞതേ അറിയില്ല. ഇതിന്റെ അപ്പുറത്തേക്കുള്ള വലിയ ജ്ഞാനങ്ങൾ എനിക്കില്ല. നമുക്കൊന്ന് പോണ്ടേ? എന്റെ കൈ ബാക്കിൽ മടങ്ങിയിരിക്കണ. നമുക്കിന്ന് പോണ്ടേ? നമുക്കിന്ന് പോണ്ടടാ. നമുക്ക് വിഷമമുണ്ടോ? ഇന്നൊരു വിലയില്ല പറയോ വീട്ടില്. ഞാൻ അവിടെ ഉണ്ടോ ഇല്ലേന്ന് പോലെ ആൾക്കാർ അന്വേഷിക്കാറില്ല. അപ്പൊ ചായ കുടിക്കാം, നമുക്ക് ചായ കുടിക്കാം. ഇവനുണ്ടല്ലോ അവിടുന്ന് GGD എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് കാലം ഉപ്പും പഞ്ചസാരയും ഒന്നും കൊടുക്കരുതെന്ന് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് സാധനം ഉണ്ടാക്കി കഴിഞ്ഞാലും അതിൽ ഉപ്പിടുമല്ലോ. നമ്മൾ ഉപ്പുള്ള സാധനം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉപ്പില്ലാത്ത സാധനങ്ങളോട് വലിയ ടേസ്റ്റൊന്നും തോന്നുന്നില്ല. അപ്പൊ ഇവിടെ അമ്മ നൂൽപുട്ടുണ്ടാക്കിയാലോ പുട്ടുണ്ടാക്കിയാലോ ഒക്കെ ഇങ്ങനെ പണ്ടത്തെ കാലത്ത് ഇങ്ങനെ ഉടച്ചുടച്ച് കൊടുക്കില്ലേ പിള്ളേർക്ക്, അതേപോലെ അമ്മ കൊടുക്കാൻ നിൽക്കും, ഞാൻ തടുക്കും. അവിടെ വിഷ്ണുവിന്റെ അവിടെ അതന്നെ അവസ്ഥ. 2 അമ്മമാരോട് നോ പറഞ്ഞു എനിക്ക് മടുത്തു. ലുവി പറയണം നോന്ന്, നോ എന്ന് പറയണം. നമുക്ക് ചായ കുടിച്ചിട്ട് കുറച്ചു നേരം അമ്മമ്മടിയും വെല്ലച്ചൻ്റെയും ഒക്കെ അടുത്ത് പോയിരുന്ന് വർത്താനം പറഞ്ഞിരിക്കാം. ഇന്നങ്ങനെ വലിയൊരു തിരക്കില്ല. കാരണം നാളെ രാവിലെ 4 മണിക്കാണ് നമുക്ക് ഫ്ലൈറ്റ്. കാലിക്കറ്റിൽ നിന്ന് അബുദാബിയിൽ നിന്ന് ആംസ്റ്റർഡാം. അബുദാബിയിൽ വെച്ചിട്ട് നമ്മൾ രോഹിത്തിനെ കാണുന്ന ആളെ. ചെറിയ 1-2 കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതെന്താണെന്നുള്ള ഞാൻ വീഡിയോയിൽ പറയാം കേട്ടോ. ശരിയാവുമെന്നാണ് വിചാരിക്കണത്. അപ്പോൾ ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് തീർന്നിരിക്കണം. ഇനി അവസാനത്തെ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചിട്ടുള്ള പാക്കിങ്ങേ ഉള്ളൂ. പിന്നെ നമുക്ക് ലഗേജ് ഇത്തവണ അത്യാവശ്യം ഉള്ളത് കാരണം വലിയ പ്രശ്നമില്ല ലഗേജിന്റെ. പിന്നെ ഇത്തവണ ഞാൻ ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ ബേക്കറി പോലും കാര്യമായിട്ട് അങ്ങനെ വാങ്ങിയിട്ടില്ല. 1-2 പാക്കറ്റ് ബേക്കറി വാങ്ങിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അല്ലെങ്കിൽ കാര്യമായിട്ട് ഒന്നും ഇത്തവണ ഞാൻ വാങ്ങിയിട്ടില്ല. അതുകൊണ്ട് വാങ്ങിച്ച സാധനങ്ങളൊന്നും കൊണ്ടുപോകാനില്ല. ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് തിരിച്ചങ്ങോട്ട് കൊണ്ടുപോകാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പൊ നമ്മുടെ പ്ലാൻ ഇന്ന് ഒരു 3 മണി 4 മണി ആകുമ്പോൾ വിഷ്ണുവിന്റെ അങ്ങോട്ട് ഇറങ്ങി അവിടെ ഇരുന്ന് അവിടുന്ന് രാത്രി 12 മണിയാകുമ്പോൾ എയർപോർട്ടിലോട്ട് പോകാനാണ്. അമ്മയും അച്ഛനും ഒക്കെ വരുന്നുണ്ട്. കഴിഞ്ഞു പച്ച കളറുള്ള എക്സൈറ്റ്മെന്റ് കഴിഞ്ഞു. ഇനി അടുത്തത് വേണം. അപ്പോൾ ചായ കുടിച്ചിട്ട് നമുക്ക് അമ്മമ്മടി വെള്ളത്തിൻ്റെ അടുത്ത് പോകാം. ബാക്കി വിശേഷങ്ങൾ ഞാൻ നടന്നുകൊണ്ട് പറയാം. ഇരുന്നു കൊണ്ട് പറയാൻ ഈ ചങ്ങായി സമ്മതിക്കൂല അല്ലേ? നമ്മൾ ഇന്ന് പോവുകയാണെന്ന് പറയൂ. ഇനി അവിടെ എത്തിയിട്ട് കാണാന്ന്. ഈ ഏജിൽ ടു ഏർലി ആണോ പറയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എനിക്ക് തോന്നും ഇവന് നല്ല ഒബ്സർവേഷൻ ഉണ്ടെന്ന്. എനിക്ക് പൊതുവെ ഉള്ള ഒരു കാര്യം കേട്ടോ. ഞാനൊരു സ്ഥലത്തിരുന്നാൽ ചുറ്റും ഞാൻ നന്നായിട്ട് ഒബ്സർവ് ചെയ്യും. അല്ലെങ്കിൽ ഞാൻ ഭയങ്കര അവെയർ ആയിരിക്കും എൻ്റെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളിലോ. അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എനിക്ക് ഒബ്സർവേഷൻ കൂടുതലാണെന്ന് എല്ലാവരും പറയാറുണ്ട്. ആ സ്വഭാവം ഉണ്ടെന്ന് തോന്നുന്നു. ഇത് നേരത്തെ ആണോ പറയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇവന്റെ ഇപ്പോഴത്തെ നോട്ടവും ഞെട്ടലും ആശ്ചര്യമൊക്കെ കണ്ട് എനിക്ക് തോന്നും അത് കുറച്ചുണ്ട് എന്ന്. അത് കിട്ടണില്ലാന്ന് എത്ര നേരമായി വിളിക്കണു അടുത്തേക്ക് അല്ലേ? ഇപ്പോഴാ കിട്ടണതേ. അതെ എനിക്കട്ടെ കേട്ടോ. ബോറടിച്ച് തുടങ്ങി. യുവി ഈ സ്വഭാവം വെച്ച് നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് ജാക്കറ്റ് ഇട്ട് നടക്കാൻ പറ്റില്ല. എപ്പോഴും നമ്മൾ വീട്ടിൽ കുറച്ച് അടങ്ങി ഒതുങ്ങി ഇരിക്കണം.
ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് നീർദോശയാണ്. നീർദോശ ഞങ്ങള് മലപ്പുറംകാരുടെ ഒരു സ്ഥിരം ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ. ഇതിൻ്റെ ഒപ്പം തേങ്ങയോ അല്ലെങ്കിൽ മുട്ട റോസ്റ്റോ അതും കൂടെ ഉണ്ടെങ്കിൽ ഉഷാറായി. ഇത് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. പച്ചരി വെള്ളത്തിൽ കുതിർത്തിയതിനു ശേഷം കുറച്ച് തേങ്ങയും ചേർത്ത് ഉപ്പിട്ടിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് വളരെ ലൈറ്റായിട്ട് വേണം നമ്മൾ ചട്ടിയിലോട്ട് പാരാൻ വേണ്ടിയിട്ട്. അത് തെറിക്കും കുറച്ചധികം. അപ്പം അതനുസരിച്ച് കുറച്ചൊന്ന് താഴ്ചയുള്ള ഒരു ചട്ടിയാണെങ്കിലാണ് ഫുള്ള ഷേപ്പിൽ അങ്ങോട്ട് കിട്ടുള്ളൂ. ഇത് ഞാൻ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ അത്ര ശരിയാവാറില്ല കേട്ടോ. അമ്മ ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് വരാറുണ്ട്. ഇതിൻ്റെ ഒപ്പം ഇന്ന് ചട്നിയാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കോമ്പിനേഷൻ ആണ്. നമ്മുടെ ചട്നി നല്ല ചട്നി, നല്ല എരിവൊക്കെ ഉള്ള ചട്നിയാണ്. അപ്പം അതും നീർദോശയും കൂടെ നല്ല ടേസ്റ്റാണ്. നീർദോശ കഴിച്ചും കൊണ്ട് ഇത് പറയുന്നത് ഇത്ര ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്നാലും തിരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ സ്ട്രിക്റ്റ് ഡയറ്റിലാണ്. ഡിസംബറിൽ നമ്മുടെ ക്രിസ്മസും ന്യൂ ഇയറും കൂടെ അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജാനുവരി തൊട്ട് നമ്മൾ പ്രോപ്പർ ഡയറ്റിലും നന്നായിട്ട് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാനുമാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ സി സെക്ഷൻ കഴിഞ്ഞിട്ട് 6 months കഴിഞ്ഞു. ഇവിടെ വന്നിട്ട് ഞാനൊരു ചെക്കപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ഇപ്പോൾ ബോഡി ഫിറ്റ് ആയിട്ടുണ്ട്. മെല്ലെ മെല്ലെ സ്റ്റാർട്ട് ചെയ്തോളാൻ വേണ്ടി പറഞ്ഞു. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഏകദേശം 1 വർഷം ഒരു ഗ്യാപ്പ് വന്നില്ലേ വർക്കൗട്ടിനൊക്കെ. അപ്പം അതുകൊണ്ട് തുടങ്ങുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഒരു ജാനുവരി തൊട്ട് നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് കുറച്ചൊക്കെ ഡയറ്റിങ്ങും അതേപോലെ തന്നെ വർക്കൗട്ടും ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം. എനിക്ക് ബോഡിക്ക് അത് ഫീൽ ചെയ്യുന്നത് വേണം എന്നുള്ളത്. ഇനി വെളിച്ചെണ്ണി കണ്ടിട്ട് വരാം. ഈ തൊടിയിലുണ്ടല്ലോ ഇപ്പോൾ നിറയെ നായ്ക്കളാണ്. അതുകൊണ്ട് ഇന്നാളൊരു ദിവസം ഞാൻ ഇവനെയും കൊണ്ടുപോകുമ്പോൾ നേരെ ഫ്രണ്ടിലൊരു നായ. നമുക്ക് ഓടാനോ ഭയങ്കര ഒച്ചെടുക്കാനോ ഒക്കെ പെട്ടെന്ന് പറ്റില്ലല്ലോ. ഞാൻ പേടിച്ചു പോയി. അതുകൊണ്ട് ഞാനിപ്പോൾ അമ്മേനോടൊന്നും ഇവിടെ നിന്ന് നോക്കാൻ പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ട് പോവാറ്. ഇപ്പോൾ പറയാൻ പറ്റില്ല, ചില നായ്ക്കളൊക്കെ ഭയങ്കര അക്രമ മനോഭാവം അവരുടെ മുഖത്തെടുത്ത് വെച്ചതുപോലെ തോന്നും. എനിക്ക് തോന്നിയ മേം അതേ എത്തിയിട്ടുണ്ട്. മേം ഒന്ന് ഹാഫ് ഡേ ലീവാണ് കേട്ടോ. അമ്മമ്മയുടെ 1-2 റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഡോക്ടറെ കാണിക്കാനുണ്ടായിരുന്നു. അതൊക്കെ കാണിച്ച് മേം എത്തി. യുവി കിടന്ന് വാശി പിടിച്ച് കരഞ്ഞപ്പോഴേ അമ്മമ്മ മടിയിൽ കിടത്താൻ വേണ്ടി പറഞ്ഞു. കിടത്തി കഴിഞ്ഞപ്പോൾ അമ്മമ്മ ഇങ്ങനെ വെറുതെ വാവാവൂന്ന് പാട്ട് പാടിയിരുന്നു. പക്ഷെ ഒരു 15-20 മിനിറ്റ് അനങ്ങാതെ ദേഹം അത് കേട്ടുകൊണ്ട് കിടക്കുകയായിരുന്നു. വിസിറ്റ് കഴിഞ്ഞു. ഇനി പോയിട്ട് പാക്കിംഗ് അവസാനത്തെ കുറച്ച് ബാക്കിയുണ്ട്, ഒന്ന് തീർക്കട്ടെ. ഇത്തവണ പാക്കിങ്ങിൽ വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല കേട്ടോ. നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് കാര്യങ്ങളൊന്നും വാങ്ങിക്കാത്ത കാരണം നമ്മളുള്ളത് തന്നെ ഇന്നലെ രാത്രി മിനിയാന്ന് ഒക്കെ ആയിട്ട് പാക്ക് ചെയ്ത് വെച്ചു യുവി ഇറങ്ങുന്ന സമയത്ത്. പിന്നെ ബാക്കി ഇപ്പൊ ഞാൻ എടുത്തിട്ട് യുവിയുടെ കുറച്ച് ഡ്രസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് സോർട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ അത്യാവശ്യം ചൂടായത് കാരണം അവന്റെ സൈസിന് പറ്റുന്ന രീതിയിലുള്ള സ്ലീവ്ലെസ് ആയിട്ടുള്ള കുറച്ച് സമ്മർ ഡ്രസ്സ് ഒക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇതൊക്കെ ഈ തിരിച്ചു പോയിട്ട് നമുക്ക് എത്രത്തോളം ഉപയോഗിക്കാൻ പറ്റും എന്നറിയില്ല. ഒന്ന് സൈസ് ഇപ്പൊ തന്നെ ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. മറ്റേ സ്ലീവ് സ്യൂട്ടിലൊക്കെ ഞാൻ ഏകദേശം അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന പോലെ നിർത്തിയിരിക്കുകയാണ്. ഞാൻ അങ്ങോട്ട് അവന്റെ നെക്സ്റ്റ് സൈസ് ഓർഡർ ചെയ്തു, ചെന്നിട്ടുള്ള അടുത്ത ദിവസം തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതൊക്കെ കഷ്ടി മുഷ്ടിയാണ് ഇപ്പൊ കൊള്ളുന്നത് തന്നെ. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇവിടെ വെച്ച് കൊണ്ടുപോകേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ ആവശ്യമുള്ളവർക്ക് ആർക്കെങ്കിലും കൊടുക്കാന്ന് പറഞ്ഞു അമ്മ. ഇതില് പല ഡ്രസ്സും ഉണ്ടല്ലോ, ഒരു തവണ പോലും ഇടിയിക്കാത്ത ഡ്രസ്സസ് ഉണ്ട്. കാരണം ഈ സ്ലീവ്ലെസ്സും ഇങ്ങനെ റോമറും ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ കൊതു കടിക്കണു എന്നുള്ള പ്രശ്നമൊക്കെ കാരണം പിന്നെയും നമ്മൾ സ്ലീവ് സ്യൂട്ടിക്ക് മാറുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിലെ 1-2 ഡ്രസ്സൊക്കെ നമ്മൾ ഒരു തവണ ഇട്ടതോ അല്ലെങ്കിൽ ഒരു തവണ പോലും ഇടിക്കാത്ത ഡ്രസ്സൊക്കെ ഉണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ കൊണ്ടുപോകുന്നതിനൊക്കെ നല്ലത് ആവശ്യമുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അതാണല്ലോ നല്ല കാര്യം. അപ്പൊ ഇവിടെ വെച്ചിട്ട് ഞാൻ പോവാണ്. കുറച്ച് ലെയർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സൈസ് ഓക്കെ ആയിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അച്ഛൻ എത്തിയിട്ടുണ്ട്. നമുക്ക് ലഞ്ച് കഴിക്കാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഡ്രസ്സൊക്കെ അല്ലേ, അത് നമ്മൾ വൃത്തിയിൽ പാക്ക് ചെയ്ത് വെച്ചു കേട്ടോ. അച്ഛൻ അതൊരു അംഗനവാടി വഴി ആവശ്യമുള്ള കുട്ടികൾക്ക് എത്തിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ശരിയായ സ്ഥിതിക്ക് നമ്മൾ ആ ഡ്രസ്സും കൂടെ പ്രോപ്പർലി ഒന്ന് പാക്ക് ചെയ്ത് വെച്ചു കേട്ടോ. ഇന്ന് ലഞ്ചിന് നമുക്ക് ചോറും മീൻകറിയും ക്യാബേജ് ഉപ്പേരിയും അവിയലും പിന്നെ അരനെല്ലിക്ക് ഉപ്പിലിട്ടതും ഒക്കെയാണേ. ഇത് റീജ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി തന്നായിരുന്നു. ഞാൻ കഴിച്ചായിരുന്നു 2-3 ദിവസം മുന്നേ. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അത് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. റീജ ഒരു ഫ്രണ്ടിനെ വെച്ച് ഉണ്ടാക്കിപ്പിച്ചതാണ്. നല്ല ടേസ്റ്റ് ആയിരുന്നു, നല്ല അടിപൊളിയായിരുന്നില്ലേ. ഇപ്പോഴാണ് പാക്കിങ്ങിലോട്ട് നമ്മൾ മുഴുവനായിട്ട് ഇറങ്ങിയത്. ഇനി നമ്മൾ കുറച്ചൊക്കെ കവറിലും കൂടെ എടുക്കാം. കാരണം വിഷ്ണുവിൻ്റെ അവിടെ ഒരു പെട്ടിയിരിക്കുന്നുണ്ട്. ഫൈനൽ പാക്കിങ്ങും വെയിറ്റ് നോക്കലും ഒക്കെ നമ്മൾ അവിടെ നിന്നാണ് ചെയ്യുന്നത്. കാരണം വിഷ്ണുവിൻ്റെ അടുത്തുള്ള 2 പെട്ടിയിലും അധികം വെയിറ്റ് ഒന്നുമില്ല. അപ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി വെക്കണം. കഴിഞ്ഞ 2 ദിവസമായിട്ട് റൂം ഫുൾ അലങ്കോലായിരുന്നേ. പാക്കിങ് തുടങ്ങും ചെയ്തു, എന്നാൽ പാക്കിങ് എത്തും ചെയ്യില്ല എന്ന് പറയുമ്പോണ്ടായിരിക്കില്ല റൂമിന്റെ അവസ്ഥ. അതുകൊണ്ട് എന്റെ ഒരു സാധനം എനിക്ക് എടുക്കാൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഞാനിന്ന് രാവിലെ എണീറ്റ്
എന്താ പറയാ ബ്രഷൊക്കെ ചെയ്യാൻ വേണ്ടി പോയപ്പോ അമ്മ ഉണ്ട് പെട്ടെന്ന് വന്നിട്ട് ബെഡ്ഷീറ്റ് ഒക്കെ എടുത്ത് അലക്കാനിടുന്നു, പില്ലോ കവറൊക്കെ എടുത്ത് അലക്കാനിടുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു അമ്മയ്ക്ക് ഇട്ട് ധൃതി. ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ അലക്കാട്ടിരുന്നേ ഉള്ളൂ. പിന്നെ പോന്നപ്പോ എല്ലാ സാധനവും എടുത്ത് ബെഡിന്റെ മുകളിൽ പാക്ക് ചെയ്തെന്ന് പറഞ്ഞു. ഒരു ഉത്സാഹം എന്നെ പറഞ്ഞിരിക്കാൻ. ഈ എന്തോ കട്ടിലൊഴിയും കാത്തിരിക്കുന്നു അറിയില്ലേ. അതെ, ഇതൊക്കെ പൊട്ടാമല പകുതി ഇവിടെ ഇട്ടു പോകും. ഇട്ടുകൊണ്ടിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. ഇട്ടുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റാത്ത സാധനങ്ങളാണ്. ഉപയോഗിക്കാൻ പറ്റാണെങ്കിൽ അറിയില്ല. എല്ലാ തവണയും നാട്ടിലോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ തിരിച്ചു പോകുമ്പോൾ നമുക്കൊരു 8-9 മണിക്കൂർ നമുക്ക് ഫ്ലൈറ്റിൽ കിട്ടുമല്ലോ. അപ്പം ഞാൻ ഈ ഒരു ബാഗിൽ എനിക്ക് ആവശ്യമുള്ള, എനിക്ക് എൻ്റർടൈൻമെൻറ്റിന് ആവശ്യം കൂടെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ച് ഞാൻ എടുക്കാറുണ്ട്. അതിൽ വെച്ച് എല്ലാ കാര്യവും ഞാൻ ഫ്ലൈറ്റിൽ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ ഹെഡ്സെറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ബുക്ക് ഉണ്ടായിരിക്കും, പെന്നുണ്ടായിരിക്കും, എൻ്റെ കോണ്ടൻസ് ഒക്കെ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ കഴിഞ്ഞ ഫ്ലൈറ്റിൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ആ ബുക്കൊക്കെ ഒന്ന് തുറക്കാൻ പോലും എനിക്ക് സമയം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഈ ബാഗ് ഓൾമോസ്റ്റ് കാലിയായിട്ടായിരുന്നു ഞാൻ അങ്ങോട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അവിടെ പോയാണേ അമ്മയെ ചോദിച്ചിരിക്കുന്നേ ഉള്ളൂ. ഇവിടെ ഇത്ര ആൾക്കാരുണ്ട്. അതന്നെ ഞാനും വിചാരിച്ചത്. ഇവിടെ തന്നെ യൂറോക്കാണ് ഗിഫ്റ്റ് കൊടുക്കാറ്. അപ്പൊ ചുരുട്ടി ദാസേക്കും അച്ഛനും അമ്മയും അവിടെ വന്നിട്ട് തിരിച്ചു വരുമ്പോൾ കയ്യിൽ ബാക്കിയുണ്ടായിരുന്ന പൈസയാണ് കേട്ടോ അത്. അച്ഛൻ ഇത്തവണ യുവിക്ക് ക്രിസ്മസ് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് തന്നതായിരുന്നു. നമ്മൾ പെട്ടിയൊക്കെ കാറിൽ കയറ്റി. ഇനി ഞാൻ ഇപ്പം ഡ്രസ്സ് ചെയ്തൊന്നുമില്ല കേട്ടോ, കാരണം നമുക്ക് എയർപോർട്ടിൽ പോകേണ്ടത് നാളെ രാവിലെയാണ്. അപ്പം തൽക്കാലം ഇതേപോലെ പോവുകയാണ്. എന്നിട്ട് വൈകുന്നേരം അവിടെ നിന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഇനി കുറച്ച് വീഡിയോസ് ആയിട്ട് ഒരു കാര്യം പറയണമെന്ന് ഞാനിങ്ങനെ വിചാരിക്കും. പക്ഷെ എപ്പോഴും വീഡിയോ എടുത്തൊരു ഫ്ലോയിൽ പോകുമ്പോൾ പിന്നെ അത് അങ്ങോട്ട് മറന്നു പോകും. അത് ഇപ്പം എന്തായാലും ഓർമ്മ വന്ന സ്ഥിതിക്ക് പറയാം. നമ്മുടെ കഴിഞ്ഞ ഒരു 2-3 മാസത്തെ വീഡിയോസ് ആയിട്ടേ നമ്മുടെ ലോങ് വീഡിയോസ് തന്നെ പല പോർഷൻസ് കട്ട് ചെയ്തിട്ട് ഏതൊക്കെയോ ചാനൽ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് അറ്റവും മൂലിയും ഒന്നുമില്ലാതെ അവർക്ക് വേണ്ട ഓരോരോ പോർഷൻസ് എടുത്ത് കട്ട് ചെയ്തിട്ടാണ് അവരുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. ഇത് എൻ്റെ ഒരു അറിവോട് കൂടിയോ എൻ്റെ സമ്മതത്തോടു കൂടിയോ അല്ല. എനിക്കിതിൽ യാതൊരുവിധ പങ്കുമില്ല. കാരണം കുറേ നമ്മുടെ വീഡിയോ കാണുന്ന, നമ്മുടെ ചാനൽ സ്ഥിരമായി ഫോളോ ചെയ്യുന്ന കുറേ ആൾക്കാർ എനിക്ക് ആ ഷോർട്സ് ഒക്കെ അയച്ചു തന്നിട്ട് ഇത് അറിയുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അറിയുന്നുണ്ട്, പക്ഷെ എൻ്റെ യാതൊരുവിധ സപ്പോർട്ടോ അല്ലെങ്കിൽ താല്പര്യമോ അല്ലെങ്കിൽ എൻ്റെ സമ്മതത്തോടു കൂടെ ചോദിച്ചിട്ടോ ഒന്നുമല്ല അവർ ചെയ്യുന്നത്. പിന്നെ ഇങ്ങനെ ഓരോരോ ചാനൽ ചെയ്യുന്നത് നമ്മൾ കോപ്പിറൈറ്റ് സ്ട്രൈക്കും കോപ്പിറൈറ്റൊക്കെ കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിനെ നേരം ഉണ്ടാവുള്ളൂ എന്നുള്ളതുകൊണ്ട് കണ്ടില്ല എന്നടിക്കുകയാണ്. സത്യമായിട്ടും എൻ്റെ അറിവോട് കൂടെ അല്ല അത് ചെയ്യുന്ന ഒരു ചാനലിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്നില്ല. ആരെങ്കിലും അത് ചെയ്യുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിർത്തുക. എൻ്റെ വിശേഷങ്ങളെല്ലാം ഞാൻ എൻ്റെ ചാനലിൽ കൂടിയും ബാക്കി ഞാൻ തന്നെ വന്ന് പറയേണ്ട കാര്യങ്ങളായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇത് റിക്വസ്റ്റായിട്ട് ഞാൻ പറയുകയാണ്. നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ തന്നെ നിന്നോട്ടെ, അതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി. നമ്മളങ്ങനെ പാക്കിംഗ് ഒക്കെ തീർത്തു. എല്ലാ പെട്ടികളും കാറിൽ കയറ്റി അമ്മമ്മയുടെയും വെളിച്ചൻ്റെ അടുത്ത് പോയി ഒന്ന് യാത്ര പറഞ്ഞു വരാം. ഒരു വലിയൊരു കാര്യം പറഞ്ഞിട്ട് ഇത്തവണത്തെ പോക്ക് എനിക്ക് വലിയ വിഷമമില്ല കേട്ടോ. ഒന്നാമത്തെ റീസൺ, നമ്മൾ അബുദാബിയിൽ വെച്ച് രോഹിത്തിനെ കാണണം. രോഹിത് ആദ്യമായിട്ട് ഇവനെ കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് എനിക്ക്. പിന്നെ രണ്ടാമത്തെ റീസൺ, 2.5 മാസത്തിൽ ഞാൻ ഒന്നും കൂടെ തിരിച്ചു വരും. ഒരു മാസത്തിന്. അത് ഞാൻ മാർച്ച് പകുതിയാകുമ്പോൾ വരുന്നുണ്ടായിരിക്കും. വരേണ്ട ഒരു ആവശ്യമുണ്ട്. എന്താണെന്നുള്ളത് ഞാൻ അപ്പം പറയാം കേട്ടോ. എല്ലാം ഒന്ന് തീരുമാനമായി, തിരിഞ്ഞു വരുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് 2.5 മാസത്തിനാണ് ഈ ഒരു യാത്ര. അതുകൊണ്ട് എനിക്കൊരു ബാംഗ്ലൂർ പോണ പോലെ തോന്നുന്നുള്ളൂ, കുറച്ച് ദൂരത്തുള്ള ബാംഗ്ലൂർ. അപ്പോൾ അതുകൊണ്ട് എനിക്കങ്ങനെ വലിയൊരു പോണ വിഷമമില്ല. അങ്ങനെ അമ്മമ്മയുടെയും വെളിച്ചൻ്റെയും ഒക്കെ എടുത്ത് യാത്ര പറഞ്ഞു. ഞാൻ വന്നപ്പോൾ തൊട്ട് അമ്മമ്മ ചോദിക്കുന്ന കേട്ടോ, ഇനി എത്ര ദിവസം ഉണ്ട് പോവാൻ എന്ന്. അതിങ്ങനെ 4 ആഴ്ച 3 ആഴ്ച എന്നൊക്കെ കേൾക്കുമ്പോൾ അമ്മമ്മയ്ക്ക് തന്നെ ഒരു സന്തോഷമായിരുന്നു കേട്ടോ. അങ്ങനെ വന്ന് പോവാനായി എന്ന് പറയായിരുന്നു. തിരിച്ചു വന്നു. എല്ലാ ഹോളും നമ്മൾ കാലിയാക്കി, റൂം നമ്മൾ നീറ്റാക്കി ഇറങ്ങുകയാണ്. അമ്മ എന്റെ പിന്നിൽ അമ്മയുടെ കൈകളാണ്, അല്ല എൻ്റെ കൈ. കള്ളം പറയട്ടോ, വൃത്തികേടാക്കരുതെന്ന് പറയാൻ വരികയായിരുന്നു. ക്രെഡിറ്റ് ഏറ്റെടുക്കുക. ടാറ്റ. അല്ല, അമ്മേനോടല്ല, വീടിനോട് ടാറ്റ. സാധാരണ നമ്മൾ നാട്ടിൽ വന്ന് തിരിച്ചു പോകുമ്പോൾ ഞാൻ വളാഞ്ചേരിയിൽ നിന്നും വിഷ്ണു കോഴിക്കോട് നിന്ന് പറഞ്ഞിട്ട് എയർപോർട്ടിലോട്ട് വരാറ്. അവസാനത്തെ കുറച്ച് ദിവസം നമ്മൾ രണ്ടുപേരും നമ്മൾ മാത്രമായിട്ട് വീട്ടിൽ നിൽക്കുന്ന ഒരു കാര്യം ചെയ്യാറുണ്ട്. കഴിഞ്ഞൊരു 3-4 ദിവസമായിട്ട് ഞാനിവിടെയും വിഷ്ണു കോഴിക്കോടുമായിരുന്നു. പിന്നെ യുവി എൻ്റെ ഒപ്പമായിരുന്നല്ലോ. അപ്പോൾ ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോകുകയെന്ന് പറയുമ്പോൾ അവിടെ അമ്മയ്ക്കും അച്ഛനും യുവിയുടെ ഒപ്പം ഒട്ടും സമയം അവസാനം കിട്ടാത്തതുപോലെയാവും. അതിന്നാണ് നമ്മൾ പാക്ക് ചെയ്ത് കോഴിക്കോട് പോയി കുറച്ചു നേരം അവിടെ ഇരുന്നതിന് ശേഷം പോകാൻ തീരുമാനിച്ചത്. ഗേറ്റ് ഒക്കെ തുറന്നിട്ടുണ്ട് നമ്മൾ എത്തുന്ന വിചാരിച്ചിട്ട്. നമ്മൾ സത്യം പറഞ്ഞ 4 മണി 4:30 ആകുമ്പോൾ എത്തണം വിചാരിച്ച. ഇപ്പോൾ 6 മണി. ചായ റെഡി. ചായയോ? എന്തിനാ? ഇല്ല, ഞാൻ വിളിച്ചു പറഞ്ഞായിരുന്നു. 2 ദിവസത്തിന് ശേഷം യുവീനെ കാണാം കേട്ടോ. മറന്നു.
നമുക്ക് പോകാൻ പറ്റുമോ എനിക്കറിയാം. എൻ്റെ പേരിൻ്റെ പ്രശ്നം ഇനിയും തീർന്നിട്ടില്ല. ആണോ? എനിക്ക് പോവാൻ പറ്റുമോന്ന് അറിയില്ല പറയാ വിഷ്ണു. കാരണം എൻ്റെ പേരിന്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്നോട് ട്രാവൽ ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും മുൻകൂട്ടി കാണണം. അപ്പൊ ഇത്തവണ ആദ്യം തുടങ്ങി എനിക്ക് ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്യാൻ പറ്റുന്നില്ല എന്തൊക്കെയോ പേരിന്റെ പ്രശ്നം കാരണം. അപ്പോൾ വിഷ്ണു എത്തിഹാദിക്ക് വിളിച്ച് അത് സോൾവ് ചെയ്യാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുക രാവിലെ തൊട്ട്. ഇപ്പോഴും സോൾവ് ആയിട്ടില്ല ഇല്ലേ? അപ്പൊ എങ്ങനെയാ പോവും? ഐശ്വര്യ വെബ് ചെക്കിങ്ങിന്റെ സമയത്ത് എന്താ പേരിന്റെ ഇഷ്യൂ രാവിലെ തൊട്ടതിന്റെ പിന്നാലെ ഇതുവരെ പേരിൽ ഇഷ്യൂ വന്നിട്ടില്ല ട്രാവൽ ചെയ്യുമ്പോൾ. ഇത്തവണ അതുമായി. വിഷ്ണു പിന്നെ ഇങ്ങനത്തെ ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ മെനക്കെട്ടിരുന്ന് പോകുന്നതിന്റെ മുന്നേ അതൊക്കെ അങ്ങോട്ട് ശരിയാക്കി എടുക്കും. അതാ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ചട്ടുകം വെച്ചൊരു കുത്തുണ്ടല്ലേ? ചെറിയൊരു ചായ കുടിച്ചിട്ട് നമുക്ക് പാക്കിങ്ങും പിന്നെ ചെറിയൊരു കുട്ടി ഷോപ്പിങ്ങും കൂടെ ഉണ്ട്. അതിനൊന്ന് പോയിട്ട് വരാട്ടോ. ഇഷ്ടവും കൂടെ പുറത്ത് പോയിട്ട് അവസാനം നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാണ്ടാവുമല്ലോ. ഞാനവിടെ നമ്മുടെ NL ഫാമിലിയിലുള്ള എല്ലാവർക്കും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടെ ബാക്കിയുണ്ട്. അന്ന് വളാഞ്ചേരുന്ന് എനിക്ക് മുഴുവൻ കിട്ടിയില്ല. അപ്പോൾ 1 മണിക്കൂർ ഒന്ന് പുറത്ത് പോയി കുറച്ച് സാധനങ്ങളൊന്ന് വാങ്ങി പെട്ടെന്ന് വരാം. സന്ധ്യ സമയത്ത് പുറത്തെ കാറ്റ് എന്ത് രസമല്ലേ. ഒരു ചെറിയ കാറ്റ്. ഇവിടെ പടിഞ്ഞാറ് ബീച്ചായത് കാരണം അവിടുന്ന് ഒരു ചെറിയ കാറ്റുണ്ടാവും എപ്പോഴും. അത് ഈ ഒരു കാലാവസ്ഥയും കൂടെ ആകുമ്പോൾ നല്ലൊരു സുഖം. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. എൻ്റെ മുഖം നല്ല ടയർഡായിട്ടുണ്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇന്നലെ എനിക്ക് നല്ല ഹെക്റ്റിക് ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. ഇന്നും രാവിലെ തൊട്ട് എന്താ പറയുക പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ബിസി ആയിരുന്നില്ലേ. നല്ല ടയർഡായിട്ടുണ്ട് കാണാൻ. പെട്ടികളെല്ലാം ഇവിടെ നമ്മൾ ഹാളിൽ അറേഞ്ച് ചെയ്ത് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും റീപാക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ലവിഷ്, ഞാൻ അവനെ എടുത്തിക്കണമൊക്കെ എങ്ങനെയാന്ന് ഞാൻ രാവിലെ തൊട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് ഇപ്പോഴാണ് ഇരിക്കണത്. ഈ ഒരു സ്യൂട്ട് കേസ് നമ്മൾ കയ്യിൽ വെക്കുകയാണേ. ഇതിൽ യുബിയുടെ കാര്യങ്ങൾ മാത്രമാണ്. അവന് ചേഞ്ച് ചെയ്യാനുള്ള ഡ്രസ്സും ബ്ലാങ്കറ്റും സ്വാഡിൽ ചെയ്യാനുള്ള ക്ലോത്ത്സും അങ്ങനെയൊക്കെ വെച്ചിട്ട് ഒരു ബാഗ്. നമ്മൾ റീപാക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് എല്ലാം കൂടെ നമ്മൾ മിക്സ് ആയിട്ട് നമ്മൾ കൊണ്ടുവന്നത്. അപ്പൊ കയ്യിൽ യുബിയുടെ ഒരു വലിയ പെട്ടി നമ്മൾ വെക്കാറുണ്ട് എല്ലാ സാധനങ്ങളും വെച്ചിട്ടുള്ളത്. അപ്പൊ അത് എടുത്തോണ്ടിരിക്കുകയാണ്. എങ്ങനെ വിദഗ്ധമായി സ്ഥലം വെച്ച് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം. നമ്മളിങ്ങനെ 2 വീട്ടിലും മാറി മാറി നിൽക്കുമ്പോഴേ ഓർഡർ ചെയ്ത കാര്യങ്ങളും വാങ്ങിച്ച കാര്യങ്ങളും ഒക്കെ 2 വീട്ടിലുമായിട്ട് സ്പ്ലിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. കഴിഞ്ഞ തവണ ഞാൻ പോയപ്പോൾ ഇതെല്ലാം എടുത്ത് അങ്ങോട്ട് പോയെങ്കിലും പിന്നെയും കുറേ സാധനങ്ങൾ ഇവിടെ തന്നെ ഇട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ പരതി കണ്ടുപിടിച്ച് ഒന്നും മിസ്സാവാതെ പാക്ക് ചെയ്യാണ്. ഇത്തവണ നമുക്കൊരു കൊറിയർ പ്ലാൻ ഇല്ല. അതുകൊണ്ട് എല്ലാം തന്നെ നമ്മുടെ ഈ ഒരു ലഗേജസിൽ തന്നെ നമുക്ക് കൊണ്ടുപോകണം. ഇവിടെയും പാക്കിങ് ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. മുകളിൽ പാക്കിങ്ങും ഗംഭീരമായി നടക്കുകയാണ്. മുകളിൽ അച്ഛനാണ് പാക്ക് ചെയ്യുന്നത്, താഴെ അച്ഛനാണ് പാക്ക് ചെയ്യുന്നത്. എന്റെ പാക്കിങ് എന്തായി? ആകെ ബഹളമായാണ് അവസാന പാക്കിങ്ങിൽ. ഇവിടെ കണ്ടോ അച്ഛനാണ് പാക്ക് ചെയ്യുന്നത്, താഴെയും അച്ഛനാണ് പാക്ക് ചെയ്യുന്നത്, ഇവിടെ അച്ഛനാണ് പാക്ക് ചെയ്യുന്നത്. എല്ലാ തവണ പോകുമ്പോഴും അച്ഛനാണല്ലോ കൃത്യമായിട്ട് നമുക്ക് പാക്ക് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് പാക്ക് ചെയ്യേണ്ടതെന്നുള്ള ബ്രെയിൻ നമ്മൾ 2 പേരുടെയും പ്രവർത്തിക്കാറില്ല. എല്ലാ കാര്യങ്ങളും കൊണ്ടുവച്ച് കഴിഞ്ഞാൽ കറക്റ്റ് വെയിറ്റ് ആയിട്ട് അച്ഛൻ തന്നെയാണ് എല്ലാ പെട്ടിയിലും പാക്ക് ചെയ്ത് തരാറ്. കൊള്ളാത്ത സാധനങ്ങളായി അച്ഛൻ ആ വെച്ചോളൂ. എങ്ങോട്ട് പോകുന്ന കാര്യമെന്നറിയോ? കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ, നാട്ടിലെത്തി കഴിഞ്ഞപ്പോൾ യുവിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനൊരു സഹായത്തിന് വേണ്ടിയിട്ടും പിന്നെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ വീട്ടിൽ ഒരാളെ സഹായത്തിന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും വിഷ്ണു നാട്ടിലെത്തിയിട്ട് അധികം വർക്കിംഗ് ആയിരുന്നു. പിന്നെ എൻ്റെ വീട്ടിലാണെങ്കിൽ അമ്മയ്ക്ക് ലീവ് എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. ഇവിടെയും അമ്മമ്മയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിൽ നല്ല ബിസി ആയിരുന്നു. അപ്പോൾ എന്തുകൊണ്ടും അങ്ങനെ ഒരാളുള്ളത് വലിയ സഹായമായിരുന്നു കേട്ടോ. അവർ നന്നായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. മുന്നേ നമ്മൾ വീഡിയോയിൽ പറയാറുള്ളത് പോലെ ആസ്ക് ഫോർ ഹെൽപ്പ് വെൻ നീഡഡ്. അതിനൊരു മടിയും തോന്നരുത്. അപ്പോൾ അവർക്ക് എനിക്കൊരു ചുരിദാർ ഗിഫ്റ്റ് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി പോയതായിരുന്നു ഞാനും അമ്മയും കൂടെ. തിരിച്ചെത്തി. ഇനി ഒരു ഷോപ്പിംഗ് ഇല്ല. ഇനി ഷോപ്പിംഗ് അടുത്തവണ വന്നിട്ട് ഇത് നമ്മൾ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത്
ഞാനൊന്ന് കുളിച്ച് ഫ്രഷായി. യുവീനെ കുളിപ്പിച്ചു അമ്മ. ഞങ്ങൾ ഇറങ്ങട്ടെ. വിഷമം ഉണ്ടോ പോണേല്? കുറച്ച് എന്താണ് വിഷമം? എന്താ എടോ തന്റെ അമ്മയ്ക്ക് വിഷമമുണ്ടോ? പിന്നെ തന്റെ അമ്മയ്ക്ക് ഇന്ന് ആര് പോണേലാണ് വിഷമം? പറയില്ല, തൊട്ട് കാണിക്കാം. എന്താ ചോദിച്ചാ? എടോ തന്റെ ഒരു ഷൂ അവിടെ ഉണ്ട്, വേറെ നീ പാക്ക് ചെയ്യണ്ടോ? ഇല്ല, ആ ചെരുപ്പ് ചെരുപ്പ് കൊണ്ടുപോകണില്ല. തിരിച്ചെത്തിയപ്പോക്ക് പാക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ട്. എല്ലാം പെട്ടികളിലാക്കി പെറുക്കി വെച്ചു. ഞാൻ പോയി കുളിക്കട്ടെ. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഒരു ഓൺലൈൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഹൗ ടു പാക്ക് ബാഗേജസ്. അത് കൊണ്ടുപോകുന്നില്ല കേട്ടോ. ഇത് കുറവാ. 26.8 നമുക്ക് മൊത്തം കൊണ്ടുപോകാൻ പറ്റുക. നമ്മളിപ്പോൾ 79 നിർത്തി. പൊളി. ഡിന്നറിന് നമുക്ക് അമ്മ ഉണ്ടാക്കിയ നല്ല നാടൻ ചിക്കൻ കറിയും പിന്നെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയ പത്തിരിയും പൊറോട്ടയും ആയിരുന്നു കേട്ടോ. ഇത്തവണ നാട്ടിൽ വന്ന് അത്യാവശ്യം കൺട്രോൾ ചെയ്ത് ഭക്ഷണം കഴിക്കണം എന്നൊക്കെ വിചാരിച്ചെങ്കിലും പലപ്പോഴും ആ തീരുമാനങ്ങളൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. അതവിടെ നിൽക്കട്ടെ. എന്തായാലും നല്ല അടിപൊളി ചിക്കൻ കറി ആയിരുന്നു. കഴിഞ്ഞു. എല്ലാവരും താഴെ വർത്താനം പറയുന്നുണ്ട്. യുവി ഉറങ്ങി. എനിക്ക് ചെറുതായി ഉറക്കം വരുന്നുണ്ട്. അതിനു മുന്നേ ഒന്ന് ഫ്രഷ് ആവട്ടെ. ഞാൻ പറഞ്ഞില്ലേ നല്ല ടയർഡാണ്, ഫേസ് നല്ല ക്ഷീണം തോന്നുന്നുണ്ട്. അപ്പോൾ ഒന്ന് കുളിച്ചിട്ട് ഒരു 10 മണിയാകുമ്പോഴേക്ക് കുളി കഴിഞ്ഞാൽ നമുക്കൊരു 2 മണിക്കൂർ ഉറങ്ങാൻ കിട്ടുമായിരിക്കും. അപ്പോൾ ആ പ്ലാനിലോട്ട് കിടക്കാം. അല്ലാന്നുണ്ടെങ്കിൽ രാവിലെ 4 മണിക്കല്ലേ ഫ്ലൈറ്റ്. പിന്നെ 4 മണിയാകുമ്പോഴേക്ക് യുവി എണീക്കുന്ന സമയമാവും. പിന്നെ ഒരു ഉറക്കം ഇന്നുണ്ടാവില്ല, നാളെ ആയിരിക്കും. അപ്പോൾ അതിനേക്കാൾ 2 മണിക്കൂർ ഉറങ്ങിയില്ലെങ്കിൽ കുറച്ച് ടഫാവും എന്നുള്ളതുകൊണ്ട് നമുക്ക്. പിന്നെ നമ്മളെല്ലാവരും മെല്ലെ ഡ്രസ്സൊക്കെ ചെയ്ത് ലഗേജസ് എല്ലാം കാറിലൊക്കെ വെച്ച് മെല്ലെ ഇറങ്ങുക കേട്ടോ. അടുത്ത നമ്മുടെ ട്രാവൽ വിശേഷമായിട്ട് നാളെ തന്നെ അടുത്ത വീഡിയോയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി. ടാറ്റാ. അടുത്ത വീഡിയോയിൽ നമ്മൾ ആംസ്റ്റർഡാമിൽ എത്തും കേട്ടോ.